ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 2024 നടന്ന ഡ്രൈവർ ഗ്രേഡ് 2 എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും. ആരുടെ വാക്കുകളാണ് ഇത്? മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ ആരാണ് വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത്? വൈകുണ്ഠസ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്, ഇത് വൈകുണ്ഠസ്വാമികളുടെ നിലപാടായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ഇതിൽ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓരോ പ്രസ്താവനകളായി നോക്കാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. ഇതിൽ 1ഉം 3ഉം മാത്രമാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അതായത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി, പാട്ടുകളിലൂടെയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനും. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ് കേരള മുസ്ലിം ഐക്യസംഘം. അയ്യങ്കാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ഓപ്ഷൻ ബി. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച നേതാവായിരുന്നു ഉദ്ധം സിംഗ്. ഇതിന് അറസ്റ്റ് ചെയ്ത ഉദ്ധം സിംഗിനെ 1940 ജൂലൈ 31 തൂക്കിലേറ്റി. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. പ്രാഥമിക മേഖല. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എന്തിനായിരുന്നു? വ്യവസായിക വിപ്ലവത്തിന്, വ്യവസായിക വികസനത്തിന്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് വ്യവസായിക വികസനത്തിന്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് സ്വാശ്രയത്വം. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് സ്വാശ്രയത്വം.
മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് UNDP ആണ്. UNDP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രസ്താവനയാണ് ആയുർദൈർഘ്യം. അപ്പോൾ 1ഉം 3ഉമാണ് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കി വന്നിരുന്ന നികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിൽ. തേയില കൃഷി ചെയ്തിരുന്നത് ആസാമിൽ. ബംഗാൾ. ചണം കൃഷി ചെയ്തിരുന്നത് ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. അപ്പോൾ ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. തെറ്റാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഈ പ്രസ്താവന 4 മാത്രമാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരടങ്ങിയ കമ്മീഷനായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവം. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏത്? സ്വത്തവകാശം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശമല്ലാത്തത് സ്വത്തവകാശം. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. എന്നിട്ട് അനുച്ഛേദം 300A ഇപ്പോൾ സ്വത്തവകാശമുള്ളത്. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യമാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെൻറ്റിനും മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഭരണഘടനാ നിർമ്മാണ സമിതി. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ ജോസഫ് മർഫി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആണ് ശാസ്താംകോട്ട. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ
3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ വാട്ടർവേസ്. നാഷണൽ വാട്ടർവേ 1 ഈ ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ ഹാൽദിയ, പശ്ചിമ ബംഗാളിലെ ഹാൽദിയ വരെയുള്ള പാതയാണ് നാഷണൽ വാട്ടർവേ 1. ഗംഗ, ഭഗീരഥി, ഹുഗ്ലി നദിയിലാണ് നാഷണൽ വാട്ടർവേ 1 ഉള്ളത്. അടുത്ത ഓപ്ഷൻ നാഷണൽ വാട്ടർവേ 5 ആണ്. ഇത് കടന്നു പോകുന്നത് ബ്രാഹ്മണി മഹാനദിയിലാണ്. ഇത് ബ്രാഹ്മണി മഹാനദിയിലെ ഡെൽറ്റകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 5. ഇത് താൽച്ചർ, ദമ്ര എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഷണൽ വാട്ടർവേ 6 ബാരക് നദിയിലാണ്. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ലഖിപൂർ, ബങ്ക എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് നാഷണൽ വാട്ടർവേ 6. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത്? സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴ. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി പദ്ധതി. കേരളത്തിൽ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശ്. ഏതു രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണ നദി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത്? വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം കോളറ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. എല്ലാം ഏകദേശം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.